ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് മുന്തിരി വൈൻ ഉണ്ടാക്കുന്നത് നോക്കാം. കുറച്ചധികം ജ്യൂസ് അടിക്കുന്ന മുന്തിരിയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഓരോന്നായിട്ട് പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനും അച്ഛനും കൂടിയാണ് ഇത് ശരിയാക്കുന്നത്. അപ്പോൾ എല്ലാതും എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി ഇത് നേരാക്കി എടുത്തിട്ട് കാണാം. അപ്പോൾ അതാ കഴുകിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വൈൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മുന്തിരിയിൽ നന്നായിട്ട് വെള്ളം പാർന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഇതുപോലത്തെ ഇഡ്ഡലി പാത്രത്തിലാണ് ഞങ്ങൾ തിളപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുരുവൊക്കെ വേറിട്ട് കിട്ടണം. ആ രീതിയിലാവുമ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. ഇപ്പോൾ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേണം ഇത് തിളപ്പിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പോകും. ഇനി ഇതിലേക്ക് ഈ സാധനങ്ങളെല്ലാതും, ഇതിൻ്റെ ചിലതിൻ്റെ പേരൊക്കെ അറിയുള്ളൂ. ഏലക്കായ, പട്ട, ഗ്രാമ്പു, പിന്നെ ആ ഫ്ലവർ പോലുള്ളതിൻ്റെ പേര് എനിക്കറിയില്ല. അതും കുറച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഇത് മുഴുവനൊന്നും വേണ്ട, നമ്മൾ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുക്കാൻ പോവുകയാണ്. എല്ലാതും മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് മതി, നന്നായിട്ട് അങ്ങനെ പൊടിഞ്ഞു പോകുമൊന്നും വേണ്ട, ഇത്ര മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ച നമ്മളെ മുന്തിരിയുടെ ഇതിലേക്ക് ആ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗത്തോളാണ് ഇപ്പോൾ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും നന്നായിട്ടൊന്ന് ഇളക്കാം. ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് പാർന്ന് കൊടുത്താലും മതി. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കെട്ടി വെക്കണം. ഞങ്ങൾ ഇതിൽ തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ നന്നായിട്ട് അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഈ 3 ദിവസം നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ച ആ നേരമാകുമ്പോൾ ഇളക്കി കൊടുക്കലുണ്ട് കേട്ടോ. അതുപോലെ ചെയ്യണം. ഇതിൽ കുറച്ചിതാ പത പോലെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് 3-ാമത്തെ ദിവസമാണ് നമ്മളിത് തരിച്ച് കുപ്പിയിലാക്കുന്നത്. അത് ഇതുപോലൊരു തരിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ തരിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പർ കളറാണ് കേട്ടോ ഇതിന്. അങ്ങനെ നമ്മളിത് മുഴുവനായിട്ട് തരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ തരിച്ചെടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു ബോട്ടിലോട്ട് മാറ്റാം. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് ആക്കുന്നത്. കുറച്ച് ബാക്കിയുണ്ട്, അത് നമ്മൾ വേറൊരു പ്ലാസ്റ്റിക് ബോട്ടിലുമാണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ മുന്തിരി വൈനൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.